ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തെ അമ്മത്തൊട്ടിലാണിത്. ഈ തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ വരുന്നവർക്ക് മുൻപിൽ ഏത് സമയത്തും താനെ തുറക്കപ്പെടുന്ന വാതിൽ. എന്ത് കാരണത്തിന്റെ പേരിലായാലും ജന്മം നൽകിയ പിഞ്ചോമനകളെ കൊല്ലരുത്. അവരെ ഇവിടെ എത്തിച്ചാൽ സ്വീകരിക്കാൻ ഈ വാതിൽ എപ്പോഴും സജ്ജമായിരിക്കും. ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തൊരുക്കിയിരിക്കുന്ന അമ്മത്തൊട്ടിലാണിത്. കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതാരെന്ന് പോലും പറയാതെ അവരെ ഏറ്റെടുക്കുന്ന സർക്കാർ സംവിധാനം. ഈ അമ്മത്തൊട്ടിലെ പ്രവർത്തനം എന്ന് പറയുന്നത് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡോറ് ഓപ്പൺ ആവും. ഈ തൊട്ടിലേക്ക് കുഞ്ഞിനെ നിക്ഷേപിക്കാൻ സാധിക്കും. ഈ കുഞ്ഞിനെ ഈ തൊട്ടിലേക്ക് വച്ചു കഴിഞ്ഞാൽ വയ്ക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ഈ ക്യാമറ ഓണാവും. ക്യാമറ ഓണാവുന്നതോടൊപ്പം തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്പീക്കറിൽ കുഞ്ഞ് സുരക്ഷിതമായ കരങ്ങളിലാണ് എത്തപ്പെട്ടിട്ടുള്ളത്. കുഞ്ഞ് സുരക്ഷിതമാണ്. കുഞ്ഞിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് കുഞ്ഞിനെ വളർത്താൻ കൂടി ഏൽപ്പിക്കുകയാണ് എന്ന ആശ്വാസ വാക്കുകളായിരിക്കും സ്പീക്കറിൽ നിന്ന് മുഴങ്ങുന്നത്. അതിനുശേഷം ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഈ ക്യാമറ ഞങ്ങളുടെ തന്നെ നേഴ്സസ് റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററിൽ കുട്ടിയെ വയ്ക്കുന്ന ഘട്ടത്തിൽ അവിടെ കാണാൻ സാധിക്കും. കുട്ടിയെ വച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി റൂമിലും അതോടൊപ്പം തന്നെ നേഴ്സസ് റൂമിലും അലാറം മുഴങ്ങും. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയുടെ മൊബൈലിലും ആ അലാറം എത്തും. ഇത്തരം സൗകര്യങ്ങൾ സർക്കാർ തന്നെ ഒരുക്കുമ്പോഴാണ് വളർന്നു വലുതായി ഉയരങ്ങളിലെത്തി ലോകം തന്നെ കീഴടക്കിയേക്കാവുന്ന കുഞ്ഞു ജീവനുകൾ എവിടെയൊക്കെയോ ഇല്ലാതാക്കപ്പെടുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവം ഒരു കാരണവശാലും ഏറെ ഞെട്ടലുളവാക്കുകയാണ്. ഒരു അമ്മയുടെ ചിന്ത ഏതറ്റം വരെ പോകുന്നു എന്നിടത്താണ് പോത്തൻകോട് സംഭവം വിരൽ ചൂണ്ടുന്നത്. കുട്ടികളെ നോക്കാൻ സാഹചര്യമില്ലാത്തിടത്ത് ഇതുപോലൊരു സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സമിതി ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങളാണെങ്കിലും ഒരു കുഞ്ഞു പോലും അനാഥത്വം പേറി ഈ തൊട്ടിലേക്ക് വന്ന് വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. എന്നാൽ അനാഥത്വത്തിന് പോലും വിട്ടു നൽകാതെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കുമെന്നാണെങ്കിൽ ഇവയും ആശ്രയം തന്നെ. സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.